Hi guys, welcome to my Hi guys, welcome to my YouTube channel. കൊല്ലാപ്പി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു കാര്യം പറയാൻ വന്നിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ബാഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനിങ്ങനെ ഇരുന്നപ്പം ഞാൻ ആലോചിച്ചത്, ഞാൻ നേരത്തെ ഈ സംഭവം നടന്ന സമയത്ത് ഞാൻ ആലോചിച്ചായിരുന്നു ഇതൊരു വീഡിയോ ആയിട്ട് ഇടണമെന്ന്. പക്ഷെ അന്ന് എനിക്കിത് പറ്റിയില്ല. ഇപ്പോഴിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഞാനിങ്ങനെ എന്തോ നമ്മളിങ്ങനെ കണക്ട് ചെയ്തിട്ടില്ലേ. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാനാണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ പോയപ്പോഴത്തേക്കിനും ഒരു അമ്മയ്ക്ക് ആ അമ്മ എന്നോട് ഇങ്ങനെ ചിരിച്ച് കുറേ നേരം ചിരിച്ചിങ്ങനെ കാണിച്ചു. അപ്പം ഞാനും ചിരിച്ചു കാണിച്ചു. എന്നോട് കുറച്ചു നേരം മിണ്ടി കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചൊരു 10 രൂപ പോകുന്നത് ചായ കുടിക്കാൻ. ഞാൻ 10 രൂപ കൊടുത്തു. അപ്പോഴാണ് എനിക്ക് ഈ കാര്യം കയറി കണക്ട് ആയത്. പിന്നെ കഴിച്ചു നമ്മളും വാങ്ങും മറ്റേ മൈക്ക്. അതുവരെ ഞങ്ങൾ ഇത് സഹിച്ചേ പറ്റത്തുള്ളൂ. ഈ പുറത്തുനിന്ന് വരുന്ന ഈ സൗണ്ട് എന്താണെന്നറിയില്ല, പനി ആയതുകൊണ്ടാണെന്നറിയില്ല, നാക്ക് കയറി കുടുങ്ങുന്നുണ്ട് ഇടയ്ക്ക് സംസാരിക്കുക. അപ്പം കഴിച്ചു സംഭവം ഞാൻ പറയാം. എനിക്ക് ബാഡായിട്ട് തോന്നിയ ഒരു എക്സ്പീരിയൻസ് ആണിത്. ഒന്നാമത്തെ കാര്യം ഭയങ്കര ബാഡായിട്ട് എൻ്റെ ലൈഫിൽ ഞാനത് എനിക്ക് സത്യം പറഞ്ഞാൽ പുള്ളി അടിക്കണമെന്ന് തോന്നി. സത്യമായിട്ട് എനിക്ക് പുള്ളി ഒറ്റയാറ്റി അടിക്കാനുണ്ട്. പക്ഷെ ഞാൻ ക്ഷമിച്ചു അങ്ങനെ തന്നെ. സത്യം പറഞ്ഞാൽ എൻ്റെ ഭാഗത്താണ് തെറ്റ്. സത്യം പറയാനുള്ളത് എൻ്റെ ഭാഗത്ത് തെറ്റുകൊണ്ടാണ് അത് സംഭവിച്ചത്. അതുകൊണ്ട് പിന്നെ എനിക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ദിവസം, എനിക്ക് കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല, എന്തായാലും ഈ വർഷമല്ല, ഡിസംബറോ നവംബറോ വേണ്ട, കഴിഞ്ഞ വർഷം നാളെ സംഭവിക്കും. ഞാൻ ഒരു ദിവസം വീട്ടിൽ പോയായിരുന്നു. വീട്ടിൽ പോകാൻ നേരത്ത് KSRTC ബുക്ക് ചെയ്യാതെ പോയത്, രാവിലെയാണ് പോയത്. അപ്പോൾ ഞാൻ കണ്ട് രാവിലെ അറിയാലോ നല്ല തിരക്കാം, മൂന്നാർ വണ്ടി. ഞാൻ തിരുവല്ലയിൽ ചെന്നപ്പം എത്ര മണിയായി, ഒരു 12 മുക്കാൽ 12 കാലം കണ്ട് കഴിഞ്ഞു തിരുവല്ല ചെന്നത്. അപ്പം അവിടെ നമുക്ക് ചെങ്ങന്നൂർ പോകണമെങ്കിൽ അവിടുന്ന് വേറെ ബസ് കയറണം. ഇവിടുന്ന് ഡയറക്റ്റ് തിരുവല്ല ബസ്സേ ഉണ്ട് രാവിലത്തെ ടൈമിൽ. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ബസ്സിൽ കയറാൻ നേരത്ത് എൻ്റെ അപ്പുറത്ത് ഒരു അപ്പൂപ്പൻ വന്നു. ആ അപ്പൂപ്പനാണെങ്കിൽ ഒരു 25 വയസ്സ് കാണും. അപ്പൂപ്പനെന്ന് ചോദിച്ചാൽ എനിക്കെന്ന് പറഞ്ഞാൽ ഈ അപ്പൂപ്പനെ അമ്മയൊക്കെ കാണുമ്പോൾ എൻ്റെ അപ്പൂപ്പനെ ഓർമ്മ വരും. അത് എന്നോട് എല്ലാവരും എന്നോട് അഞ്ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട്, കാണുന്നവരെല്ലാം നിന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും അല്ല. അത് നീ ആലോചിക്കണം. എന്നോട് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ കുറേ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷെ ഞാൻ പെട്ടെന്ന് മറന്നില്ല. നമ്മളൊരു അപ്പൂപ്പനെ അമ്മൂമ്മയും കണ്ടിട്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അവർ അതുപോലെ ഒരാളുള്ളപ്പോൾ നമ്മൾ അങ്ങനെയല്ലേ ആലോചിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്. ഞാൻ അപ്പൂപ്പനെ സ്വന്തം അപ്പൂപ്പൻ പെട്ടെന്ന് എനിക്ക് ഞങ്ങളുടെ അപ്പൂപ്പനെ കണക്റ്റായി. ഞാൻ പുള്ളി അവിടെ ഇരുന്നു, ഞാനും അപ്പുറത്ത് ഇരുന്നു, സൈഡിൽ ഞങ്ങളൊരു സീറ്റിലിരുന്നു. കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ടിക്കറ്റ് എടുത്തപ്പോഴത്തേക്കിനും ആ ബസ് ടിക്കറ്റ് എടുത്ത ചേട്ടനല്ല, ഒരു മാമൻ. ആ മാമനാണെങ്കിൽ എന്നോട് ചില്ലറ ഉണ്ടോ? എൻ്റെയാണ് ചില്ലറയില്ല. ഞാൻ 500 രൂപ കൊണ്ടാണ്, വണ്ടിക്കൂലി മാത്രം കൊണ്ടാണ് എൻ്റെ ഉള്ളായിരുന്നു. 500 രൂപ കൊണ്ടാണ് പോയത്. ചില്ലറയില്ല, 20 രൂപയായിരുന്നു. 18 ചില്ലറ വേണ്ടി വേണമായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരനാണെങ്കിൽ സംഭവം പറയണം, ഈ പുള്ളിക്കാരൻ്റെ പരിപാടി എന്ന് വെച്ചാൽ പിച്ച എടുക്കാൻ സെറ്റപ്പില്ലേ, ആ സെറ്റപ്പാണ് എൻ്റെ കൂടെ ഇരുന്ന പുള്ളിക്കാരൻ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഇഷ്ടം പോലെ ചില്ലറയുണ്ട്. പുള്ളി എൻ്റെ അടുത്ത് ആ ചില്ലറയാണെങ്കിൽ എൻ്റെ പൈസ പുള്ളി കൊടുത്തു. എന്നുവെച്ചാൽ ഞാൻ ഓൾറെഡി 10 രൂപ കൊടുത്തു, ബാക്കി ഈ പുള്ളി കൊടുത്തു. അപ്പം ഞാനെന്ത് കൊടുത്ത്, എൻ്റെ വേറെ 10 രൂപ 20 രൂപയും കണ്ടു. അപ്പോൾ 20 രൂപ ഉണ്ട്. ഞാനെന്ത് കൊടുത്തു, ഈ 20 രൂപ ഈ അച്ഛന് കൊടുത്തിട്ട് പറഞ്ഞാൽ ഇത് അച്ഛൻ വെച്ചോ. അപ്പോൾ എന്നോട് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛൻ വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇതിന് എന്നോട് വേണ്ടത് കുറേ വട്ടം പറഞ്ഞു. അപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് ഈ പുള്ളി തിരുവല്ല വിട്ട് ചെങ്ങന്നൂർ വരെ എന്നോട് മിണ്ടുക. എന്നോട് വീട്ടിലെ കാര്യം ചോദിക്കുന്നു, കല്യാണം കഴിച്ചോന്ന് ചോദിക്കുന്നു, റിലേഷൻ ചോദിക്കുന്നു. ഞാനാണ് പൊട്ടി, ഞാനാണ് ഇതെല്ലാം പറയുകയും ചെയ്യുന്നത്. അപ്പോഴത്തേക്കിനും ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചാൽ ഇങ്ങനെ പറയും. എന്നാലും ഞാൻ അതിനകത്ത് കുറച്ച് എന്നുവെച്ചാൽ പുള്ളിയുടെ സൗണ്ട് സംസാരം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ബോയ് ഫ്രണ്ട് ഇപ്പോൾ എവിടെയാ, ബോയ് ഫ്രണ്ട് എന്ന് വെച്ചാൽ വരുമോ, വീട്ടിൽ വരുമോ, അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോഴേ എനിക്കാണെങ്കിൽ
സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഇവൻ എന്നെ ഫോൺ വിളിച്ചു, അവൻ എന്നെ ഫോൺ വിളിച്ചു. അപ്പോൾ ഫോൺ വിളിച്ചപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഫോൺ വിളിച്ച് സംസാരിച്ച് വെച്ചപ്പോഴത്തേനും പിന്നെ പുള്ളി അവനാണ് വിളിച്ചത്, എങ്ങനെയാ കാണിച്ച് ഫോട്ടോ കാണിച്ചെന്നൊക്കെ പറഞ്ഞ ഫോട്ടോ. എൻ്റെ പൊന്നോ, ഞാനാണെങ്കിൽ ഇതെല്ലാം ഫോട്ടോ 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 വെച്ച്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഇപ്പം എന്നോട് പറഞ്ഞു എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു പൈസ പുള്ളിക്ക് കണ്ണ് കാണത്തില്ല, നടക്കാനും വയ്യ. 70 സംതിങ് വയസ്സുണ്ട് പുള്ളിക്ക്, കണ്ണ് കാണത്തില്ല, നടക്കാനും വയ്യ ഉണ്ട്. അപ്പം അതുകൂടി നമ്മളോട് ഇങ്ങനെ പുള്ളിയുടെ കഥ ഏതാണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിയാവുമല്ലോ. ഞാൻ ഓട്ടോമാറ്റിക്കലി എങ്ങനെ ആയാലും അവരുടെ കഥ പറഞ്ഞാൽ ഞാനിങ്ങനെ ശരിയാവും. അപ്പം ഞാനാണെങ്കിൽ എന്നോട് പറഞ്ഞു, ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. എന്നോട് പറഞ്ഞു എനിക്ക് അവിടുന്ന് ചായ മേടിച്ചിടാൻ മതി. ഞാൻ പറഞ്ഞു അപ്പം എനിക്കാണെങ്കിൽ സമയമില്ല. ഞാൻ പറഞ്ഞ എനിക്ക് സമയമില്ല, കാരണം എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഒരു ബസ്സേ ഉള്ളൂ 12:30. ആ ബസ് പോവും. ഞാൻ അവിടെ ചെന്ന് ഞാൻ പിന്നെ ആലോചിച്ച് മേടിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചു. ആൻറ്റി ബസ്സാ. എനിക്കിപ്പോൾ ഈ പുള്ളിയുടെ സംസാരം പിടിക്കാതെ വന്നപ്പോഴത്തേക്കും ഒരു മിഡിയാനെ കട്ടാക്കി എടുക്കട്ടെ, അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ ഈ പുള്ളിക്കാരുടെ സംസാരം പിടിച്ചില്ല. എനിക്ക് പുള്ളിയുടെ സംസാരം പിടിച്ചില്ല. ഇത്ര നേരം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ പുള്ളിക്കാരനെ സംസാരം കേട്ട് എനിക്ക് ഒത്തിരി അടി കൊടുക്കാൻ പോയില്ല. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഇവിടെ ചെന്നൈയിൽ ഇറങ്ങി, ഞാൻ ഇറങ്ങി. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, അച്ഛാ ഒരു കാര്യം, എനിക്ക് സമയമില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല അച്ഛാ, എനിക്ക് പോകണം. എനിക്ക് അപ്പുറത്ത് പ്രൈവറ്റ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് ബസ് കയറി പോകണം. ബസ്സിന് ഇത്ര സമയത്തേ ഉള്ളൂ, 2-3 ബസ് വിളിക്കണം നോക്കാം അല്ലേ. എന്നിട്ട് ആ പുള്ളിക്കാരൻ്റെ ബസ്സും പോയി കേട്ടോ. ഞാൻ ബസ്സും പോയി. എന്നിട്ട് ഞാനാണെങ്കിൽ ഞാനാണെങ്കിൽ അവിടെ ഇറങ്ങി. ഞാൻ ഈ പുള്ളിയുടെ പൈസ കൊടുത്തിട്ട് പുള്ളി മേടിക്കുന്നില്ല. എന്നിട്ട് പുള്ളി ഇങ്ങനെ മേടിച്ച് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നേ, ഞാൻ എൻ്റെ കണ്ണ് കാണത്തില്ല, ഇങ്ങനെയൊക്കെ എന്നോട് പറയുക. അറുപടി നിന്ന് പുള്ളി അവിടെ നിന്ന് കരയെ ഭയങ്കര ആക്ടിങ്, ഭയങ്കര ആക്ടിങ്. എനിക്കാണെങ്കിൽ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ചായയും വടയും അല്ലേ മേടിച്ചു കൊടുത്തിട്ട് പോകാന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ ഞാൻ അവിടുത്തെ കടയിൽ കയറാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് ആ കടയിൽ കയറണ്ട, പുള്ളിക്ക് വേറൊരു ഇടവഴിയിലോട്ട് പോകുന്നൊരു സൈഡിലൊരു കടയുണ്ട്. ആ കട ആര്യാസ് എന്നാണ് പേര്, ചെങ്ങന്നൂരെ. ഞാനവിടെ ചെന്നപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ തന്നെ നോക്കി ചിരിച്ചപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി റോങ് അടിച്ചു. കടയിൽ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്ക് ഒരു കുഴപ്പമില്ല, നടക്കാനും കുഴപ്പമില്ല, ഇരിക്കാനും കുഴപ്പമില്ല, കണ്ണും കാണും. പുള്ളി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വെള്ളമൊക്കെ എടുക്കാൻ, പിന്നെ ആക്ടിങ് തുടങ്ങി. വെള്ളമൊക്കെ എടുക്കാൻ നേരത്ത് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വേർക്കുക ആ സെറ്റപ്പ്. അപ്പോൾ പുള്ളി എൻ്റെ കൈ കഴുകാൻ പോയപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ കസാര അവിടെ കയറി വരുന്നവരെ പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. ഇങ്ങനെ കസാരയൊക്കെ എന്താ വരാൻ നേരം പുള്ളി ആ കസാര ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ നടക്കാനൊന്നും വയ്യ, ഇങ്ങനെയൊക്കെ കാണിക്കുക. ഞാനാണെങ്കിൽ പട്ടി മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് മനസ്സിലായി ഇത് അഭിനയാണെന്ന്. ഏത് പൊട്ടന്മാർക്ക് കണ്ടാലും മനസ്സിലായി. അവിടെ നിൽക്കുന്ന ചേട്ടന്മാരെല്ലാം ചിരിക്കുന്നുണ്ട്. പുള്ളിക്ക് കണ്ണ് കാണത്തില്ല, ഒരു കണ്ണ് ഇങ്ങനെ വേണ്ടി ചിരിക്കുന്നുണ്ട്. എന്നേക്കാ പൈസ ഉണ്ട് പുള്ളിയുടെ കയ്യിൽ കേട്ടോ. എന്നിട്ട് എന്നോട് പറയുവാണ്, എന്നെ ഒന്ന് പിടിക്കുവോ കൈ കഴുകുന്നിടത്ത് വരെ പോകാനെന്ന്. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പുള്ളി തന്നെ അവിടുന്ന് ഭയങ്കര ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ട് കൈ കഴുകുന്നിടത്ത് നടന്നുപോയി. എന്നിട്ട് ഇതാണ് സംഭവം, പുള്ളിക്ക് ഞാൻ വെള്ളം എടുത്ത് പുള്ളിയുടെ വായി വെച്ച് പുള്ളിയുടെ വാ കഴുകി കൊടുക്കണം. 75 വയസ്സെങ്ങാണെന്ന് തോന്നുന്നു പുള്ളിക്ക്. എന്നിട്ട് എന്നോട് പറയാം എൻ്റെ വായു ഒന്ന് കഴുകി തരാമോ. ഞാൻ പറഞ്ഞേ എനിക്ക് പറ്റത്തില്ല വായന്ന് കഴുകാൻ, തന്നെ കഴുകി ഇത്ര നാൾ തന്നെ കഴിയുന്നു. അപ്പം പിന്നെ അഭിനയം തുടങ്ങി. ഞാൻ പറഞ്ഞേ ഞാനൊരു കാര്യം ചെയ്യാം, പൈസ കൊടുത്തേക്കാം, എങ്ങനെയാന്ന് വെച്ചാൽ മേടിച്ചിട്ട് കഴിച്ചിട്ട് വന്നോളാം പറഞ്ഞു. അപ്പോഴത്തേക്കും അല്ല വേണ്ട എന്ന് പറഞ്ഞാൽ പുള്ളി വാ കഴുകി അവിടെ നിന്നിട്ട് അടുത്ത അഭിനയം വെള്ളം എടുക്കാൻ. എന്നിട്ട് പുള്ളിയാണെങ്കിൽ ഒരു ചായയും ഒരു വടയും മേടിച്ചു.
അപ്പൊ എനിക്കും ഞാൻ ചായ കുടിക്കത്തില്ലെന്ന് പറഞ്ഞു. വളരെ എനിക്ക് വേണ്ട, ഞാൻ എൻ്റെ വീട്ടിൽ പോയി കഴിച്ചോളാം, എനിക്ക് ഇവിടെ നിന്ന് കഴിക്കുന്ന ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. എൻ്റെ പുള്ളിക്ക് ഒരു ചായയും വടയും കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു കുടിച്ചോളല്ലോ, ഞാൻ പൊക്കോളാം, ശരി എന്നാ എന്താ ഞാൻ പൈസ കൊടുത്തു. അയ്യോ അത് വേണ്ട അത് വേണ്ട, ഇവരുണ്ട് ഇവര് എന്നോട് എന്തെങ്കിലും പറയും ഞാൻ എന്നിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി പോകും, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. പിന്നെ കുറെ എത്ര നേരം ഞാൻ എഴുതുന്നറിയാം, എത്ര നേരം. എനിക്കാണെങ്കിൽ കലിപ്പും വന്ന് പുള്ളി അടിക്കണം എന്നുള്ള സെറ്റപ്പ് ഇരിക്കുകയാണ്. ശരി പുള്ളിക്ക് മനസ്സിലായേ എനിക്ക് ദേഷ്യം കിട്ടണമെന്ന്. അവസാനം പുള്ളി വട കഴിച്ച് എന്നിട്ട് ഞാൻ വലിയ കൊടുത്ത് ഞാൻ ശരി ഞാനാണെങ്കിൽ പുള്ളി കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി കൈ കഴുകിയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ എന്താ പൈസയും കൊടുത്തിട്ട് ഞാനിങ്ങനെ പോകുന്നുണ്ട്. എൻ്റെ ഭഗവാനെ, സത്യം പറഞ്ഞാൽ ഒരാളെ സഹായിച്ചതാണ് ഞാൻ. എന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു അമ്മേ, ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കളിച്ചാണ്. ഞാൻ ഒരു കിളവനമ്മേ, അവന് ചോക്കിടമേ, അവന് വായി വെള്ളം മുറിച്ച് കൊടുക്കണം, അവന് ഞാൻ പിടിക്കണം, ഇതൊക്കെ ആവുമ്പോൾ ഞങ്ങളുടെ അമ്മ പറയാം എന്നിട്ട് മോൻ മേടിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ മേടിച്ചൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ആവുന്നതെന്ന് പറഞ്ഞു. അതാ ഇത്ര ലേറ്റ് ആയെന്ന് പറഞ്ഞു. 3 മണി 4 മണിയായി മേടിച്ചപ്പോഴത്തേക്കും. എന്നിട്ട് അപ്പൊ അമ്മ പറയാണ് നിങ്ങൾ ആരെങ്കിലും മോനെ അങ്ങനൊന്നും പറയല്ലേ മോനെ, അപ്പൂപ്പന്റെ വായതല്ലേ ഉള്ളു, അങ്ങനൊന്നും പറയല്ലേ. ആരെങ്കിലും 10 രൂപ ചോദിച്ചാൽ അങ്ങ് കൊടുത്തേക്കണം. ഞങ്ങളുടെ അമ്മയെന്ന് വെച്ചാൽ ഭയങ്കര പാവം. എന്നിട്ട് ഞാൻ അമ്മയൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അമ്മച്ചമ്മ എപ്പോൾ ഒന്നും മിണ്ടുന്നില്ല, അമ്മച്ചമ്മ ഒന്നും മിണ്ടുന്നില്ല. അമ്മച്ചമ്മ പറഞ്ഞു നീ എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പറയേണ്ടത് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. അമ്മച്ചമ്മ എന്ന് പക്ഷെ അമ്മ ഒന്നുമില്ല മോനെ അങ്ങനെയൊന്നും പറയില്ല. അമ്മയുടെ സംഭവമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്ക് മാത്രമല്ല എൻ്റെ അനിയനും ഞങ്ങളുടെ വീട്ടിൽ മൊത്തത്തിൽ ഇങ്ങനെ ഞങ്ങളുടെ അമ്മ എല്ലാവരും ഇങ്ങനെയാണ്. അപ്പം പിന്നെ അത് കഴിയുമ്പോഴത്തേക്കുള്ള പ്രശ്നമില്ല. അന്ന് ഞാൻ 5 വിളിച്ച് കാര്യമെല്ലാം പറഞ്ഞു. അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി ഒരു പിച്ചക്കാരന് 1 രൂപ ഞാൻ കൊടുക്കത്തില്ല. എനിക്കിപ്പം ഒരു പിച്ചക്കാരൻ കാണുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് ആ പുള്ളി ഓർമ്മ വരുന്നേ. ആ പുള്ളി എൻ്റെ മുന്നിൽ കിടന്ന് അഭിനയിച്ച് എൻ്റെ പൊന്നോ ഓസ്കാർ കൊടുക്കണം. അമ്മാരി അഭിനയം എൻ്റെ മുന്നിൽ കിടന്ന് പുള്ളി കാണിച്ചത് എന്ന് വെച്ചാൽ എന്തോ ഇങ്ങനെ കൈവറയ്ക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞു. എന്നിട്ട് പുള്ളി ഒരു കുഴപ്പമില്ലെന്നേ. ഞാൻ പറ്റത്തിലൊക്കെ പറഞ്ഞ പത്തനെ പുള്ളിയുടെ ഒരു കൂച്ചിലില്ലാതെ പുള്ളി. എന്നിട്ട് പുള്ളിയുടെ കൂടെ ഞാൻ അവിടെ ഇരിക്കണം. എന്തൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്നെ ഞാൻ വെറുത്ത് പോയി. നല്ല രീതിക്ക് ഞാൻ വെറുത്തുപോയി. അതുകൊണ്ട് തന്നെ ഞാൻ വെച്ച ഒരു പിച്ചക്കാർക്കും. അതുകൊണ്ട് പിന്നെ ഈ അമ്മമാര് വന്നാലും ഈ അപ്പൂപ്പന്മാര് വന്നാലും ഒക്കെ ഞാൻ എന്നോട് പൈസ ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ കൊടുക്കുമായിരുന്നു. ഇപ്പം എനിക്ക് എന്നുവെച്ചാൽ കൊടുക്കാൻ ഒരു മടിയായിരുന്നു. എനിക്ക് പെട്ടെന്ന് എനിക്ക് ആ പുള്ളിയെ കയറി ഓർമ്മ വരും. എന്താ പോലെ ചെങ്ങനൂരെങ്ങാണ് കാണുന്നത് ഇവിടെ എനിക്കുണ്ട് ഇഷ്ടമല്ല. ഞാൻ വെറുത്തു പോയി ആ അപ്പൂപ്പനെ. അതുപോലെ ഞാൻ വെറുത്ത് എനിക്ക് നിങ്ങളോട് പറയാൻ വിചാരിച്ചു. എന്നെ പോലെ ആൾക്കാർ എന്നുവെച്ചാൽ ഇതുപോലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എനിക്ക് വന്നത് വന്നു. നിങ്ങൾക്ക് അതുപോലെ വരാതിരിക്കില്ല. ഞാനെന്ന് വെച്ചാൽ ഞാൻ ആരെങ്കിലും എന്തെങ്കിലും വിഷമം കാണിക്കുകയാണെങ്കിൽ ഞാൻ അവർ പറയുന്നതെല്ലാം ശരിയാണ് വിചാരിച്ചു. ഞാൻ ഒരു പൊട്ടിയാണ് കേസ്. മനസ്സിലായത് മനസ്സിലായിട്ടുണ്ടല്ലോ. വെറുതെ പോയ വഴി എൻ്റെ തലയിൽ പിടിച്ചു വരുത്തിയതല്ല. അത് കാരണം 12:15 പോകണ്ട ഞാൻ വീട്ടിൽ ചെന്ന് 4 മണി. എൻ്റെ ആ ദിവസം പോയി. എനിക്കാണെങ്കിൽ എപ്പോഴും എനിക്ക് ദേഷ്യം ആ പുള്ളിയുടെ കാര്യം ദേഷ്യം. അമ്മയായി വീഡിയോ ഇത്രയേ ഉള്ളൂ. ശരി എന്നല്ല ടൈപ്പിനെ കുറച്ചൊക്കെ മനസ്സിലാക്കിയാണ് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ല വേണ്ട ഈ വീഡിയോക്ക് അതൊന്നും വേണ്ട, നിങ്ങൾ കണ്ടാൽ മതി. ശരി തരാം.